5000 ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയ പാലക്കാടിന് മുന്നിൽ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരുന്ന ഒരാൾക്കിനി ഏറിയാൽ 500 ദിവസങ്ങളാണ് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക. 5000-ന് പകരം 500 ദിവസങ്ങൾ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർക്കുമെന്നും ചെയ്ത് കാണിക്കും എന്നും ജനങ്ങളോട് പറയുന്ന പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ കാർഷിക വിഷയങ്ങൾ മുതൽ കായിക മികവിനെ അടയാളപ്പെടുത്തുന്നതും കൽപ്പാത്തിയും നമ്മുടെ ഗ്രാമങ്ങളും അതിൻ്റെ തനത് പൈതൃകങ്ങളും സംരക്ഷിക്കുന്നതും നമ്മുടെ രുചിയാവട്ടെ, നമ്മുടെ പാട്ടാവട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ രീതികളാവട്ടെ, അതിനെയൊക്കെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ ടാലൻറ്റുകൾ, ആ ടാലൻറ്റ് മാപ്പ് ചെയ്യപ്പെടുക, അവർക്കൊരു മെൻറ്ററിങ് ഹബ് ഉണ്ടായി അവരെ പുതിയ ലോകത്തേക്ക് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒക്കെ എല്ലാ സാധ്യതകളും തന്നെയാണ് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ ഈ വിഷയങ്ങളെ തിരികെ വികസനത്തിൻ്റെയൊക്കെ എത്തും. മുഖ്യമന്ത്രി 16-നും 17-നും വരുന്നതും 6 പൊതുയോഗങ്ങൾ നടക്കുന്നതും അതിനു വേണ്ടിയാണ്. എന്താണ് പാലക്കാടിന് വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്നുള്ള കമ്മിറ്റ്മെന്റ് പറയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു വിവാദങ്ങൾക്കെല്ലാം ഒരു അവസാനമിടാൻ, അതിൻ്റെ പുറകെ പോകാൻ മാധ്യമങ്ങളും കൂടി ഒന്ന് അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമുക്ക് ജനങ്ങളെ കൃത്യമായി തിരികെ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരും. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി പരസ്യമായി വികസന രാഷ്ട്രീയത്തെ മുൻനിർത്തി ചർച്ചയ്ക്ക് വേണ്ടി വെല്ലുവിളിച്ചിരുന്നു. ഇതുവരെ അങ്ങനെ ചർച്ചയ്ക്ക് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല. ഈ 3 സ്ഥാനാർത്ഥികൾ ഒന്നിച്ച് ഒരു പരസ്യ സംവാദത്തിന് താങ്കൾ തയ്യാറുണ്ടോ? പ്രസ് ക്ലബ് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണമെന്ന് ഞാൻ എത്രയോ തവണയായി പറഞ്ഞതാണ്. അവിടെ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നില്ല യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി വളരെ കോൺഫിഡൻ്റ് ആയി അതിന് വന്നിരിക്കുമെന്ന്. പറഞ്ഞു കൊടുക്കുന്നത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായി മാത്രം കഴിഞ്ഞ 4 ആഴ്ചയും അദ്ദേഹം ആളുകളുടെ മുന്നിൽ ഒരു വേഷം കെട്ടലാണ് നടത്തുന്നത്. അപ്പോൾ മിക്കവാറും മുൻ MLA-നെ ക്ഷണിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹമാണ് ഒരു പ്രോക്സി MLA ആയി തുടരാൻ സാധ്യത. തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം പ്രോക്സി MLA ആകണം, അതന്നെയാണ് ആ വാക്ക്. പാലക്കാടിന്റെ പ്രോക്സി MLA ആകാൻ വേണ്ടി ഒരു ഡമ്മിയെ കാൻഡിഡേറ്റ് ആക്കി കൊണ്ടുവന്ന് അവതരിപ്പിച്ചു എന്നുള്ളത് പാലക്കാടുകാർക്ക് മനസ്സിലായി, കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി, UDF ക്യാമ്പിനും മനസ്സിലായി. നിവൃത്തികേട് കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് പകുതിയോളം പ്രവർത്തകർ, ബാക്കി പകുതിയോളം ആളുകൾ വിട്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോക്സി MLA-നെ വിളിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം വന്നാലും നമുക്ക് താല്പര്യം തന്നെ ഉള്ളൂ, നമുക്കതൊന്നും ഒളിച്ചോടേണ്ട ആവശ്യമില്ല. അദ്ദേഹം വന്ന് അദ്ദേഹം വിസ്തരിച്ചാൽ മതി. അദ്ദേഹം 13.5 കൊല്ലം കൊണ്ട് ചെയ്തത് എന്താണ് എന്ന് ഫേസ്ബുക്കിലല്ല, ജനങ്ങൾക്കിടയിൽ. പാലക്കാട്ടെ യഥാർത്ഥ എതിരാളികൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് മുരളീധരൻ പറഞ്ഞത് പിന്നെ ഇടതുപക്ഷവും UDF തമ്മിലാണ് പ്രധാന മത്സരം. ഇനിയും നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ അവിടെ ഒരു 5 അഭിപ്രായങ്ങളെങ്കിലും കിട്ടും. തുറന്നു പറയാൻ മടിയുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് UDF-മായി ബന്ധപ്പെട്ടാണ് മത്സരം എന്ന് പറയുന്നതൊക്കെ അവർ ഏത് സ്ഥാനത്തിനാണെന്ന് പറയുന്നില്ലല്ലോ, അത് നിങ്ങൾ വായിച്ചെടുക്കുന്നതല്ലേ. ഇനി മുതൽ അത് കൃത്യമായി അവരോട് ചോദിക്കണം. 1-ാം സ്ഥാനത്തിന്റെ കാര്യം തന്നെയാണോ പറയണത് അതോ 2-ാം സ്ഥാനത്തിന്റെ ആണോ എന്ന് ശരിക്കും ചോദിക്കണം. കാരണം എനിക്ക് തോന്നുന്നത് UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്ന് വരുത്തി തീർക്കാൻ UDF ശ്രമിക്കുന്നത്. 2-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം അവർ തമ്മിലാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം അവർക്കുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവും ആദരണീയനായ AICC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള മറ്റു 3 പേർ കൂടി പ്രധാന നേതാക്കളായി കോൺഗ്രസിനുണ്ട്. ഇവരോരോരുത്തരും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാലും ഇതെല്ലാം കൺഫ്യൂഷൻ ആകും. ഏറ്റവും രസകരമായ കാര്യം 2021 അധികാരം പിടിക്കാൻ വന്ന UDF-ന് ജയിക്കാൻ പോകുന്ന 71 സീറ്റുകൾ ഏതൊക്കെയാണെന്ന് അന്നത്തെ KPCC പ്രസിഡന്റിനോടും അന്നത്തെ പ്രതിപക്ഷ നേതാവിനോടും ചോദിച്ച് 2 മുറിയിലിരുത്തിയ ആ 71 സീറ്റുകളുടെ പേരുകളൊന്ന് എഴുതി തരാൻ പറഞ്ഞാൽ ഞാൻ ഉറച്ചു പറയുന്നു, അന്നത്തെ പ്രതിപക്ഷ നേതാവ് എഴുതി തരുന്ന 71 സീറ്റും അന്നത്തെ KPCC പ്രസിഡന്റ് എഴുതി തരുന്ന 71 സീറ്റും തമ്മിൽ മിനിമം 40 സീറ്റുകളുടെ വ്യത്യാസം ഉണ്ടാകും. ജനങ്ങൾ ആ 40 സീറ്റുകളുടെ വ്യത്യാസം തന്നെയാണ് LDF-ന്റെ ഭൂരിപക്ഷമായിട്ട് LDF-ന് കൊടുത്തത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ, പൊരുൾ മനസ്സിലായോ? ഇപ്പോഴും പോയി ചോദിക്കുക. 2 മുറിയിലായി ഇരുത്തി പ്രതിപക്ഷ നേതാവിനോടും KPCC പ്രസിഡന്റിനോടും 2026 കേരളത്തിൽ അധികാരം പിടിക്കാൻ ജയിച്ചു കയറുമെന്ന് ഉറപ്പുള്ള 71 മണ്ഡലങ്ങൾ ഏതൊക്കെ, എങ്ങനെയാണ് അവിടെ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നത്? ഇപ്പൊ 41 അല്ലേ ഉള്ളൂ, അത് 71 ആവാൻ 30 എണ്ണം കൂടി വേണമല്ലോ. ഏതൊക്കെയാണ് ആ 30? ഈ 41 എണ്ണത്തിൽ കൈവിട്ടു പോകാതിരിക്കാൻ സാധ്യത ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ
കൈമലർത്തുന്നവരുടെ അടുത്തേക്കാണോ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് ഇതിന്റെ തെറ്റ് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് 2021 അധികാരത്തിന്റെ വാക്കിന്റെ അടുത്തേക്ക് പോലും കോൺഗ്രസിനെ അടുപ്പിച്ചു നിർത്താഞ്ഞത്. 2026 ഇത് തന്നെ ആവർത്തിക്കും.